മാഷെ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശിൽ ഇസ്കോൺ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഹിന്ദു ആളുകളെയും ഹിന്ദുവായിട്ടുള്ള ആൾക്കാരെ സന്യാസിമാരെയൊക്കെ മൃഗീയമായി തല്ലിച്ചതക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും എന്തിന് പശുക്കളെപ്പോലും മതത്തിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്നു. അതുതന്നെയാണ് ഒരു ക്രൂരമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ആരും മിണ്ടുന്നില്ല. അതൊക്കെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ ഇസ്കോണുമായി ബന്ധപ്പെട്ട് ഇസ്കോൺ ലോകത്താകമാനം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ട്രംപുമായി ബന്ധപ്പെട്ട് ഇസ്കോണിന് വലിയ ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ബംഗ്ലാദേശിലെ ഈ ഒരു കാടത്തത്തിന് എന്തെങ്കിലും എന്താണ് ഈ കാടത്തവുമായി ബന്ധപ്പെട്ട് ഇത് നിർത്തലാക്കാൻ ട്രംപിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ? അങ്ങനെ ഭയക്കുന്നുണ്ടോ ബംഗ്ലാദേശ്? അങ്ങനെ ഭയക്കുന്നുണ്ട് ബംഗ്ലാദേശ്. ഈ കാടത്തത്തിനെതിരെ ട്രംപ് എന്തെങ്കിലും ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെ വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. കാരണം ഒറ്റ സെൻറ്റൻസ് നോക്കിയാൽ മതി, അത് ഈ ട്രംപും ഇസ്കോണുമായിട്ടുള്ള അടുപ്പം നമുക്ക് മനസ്സിലാവും. അത് മുഹമ്മദ് യൂനുസ് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് വെൻ ഡൊണാൾഡ് ട്രംപ് ഗോട്ട് എലക്റ്റഡ് മൈ സൺ സെറ്റ് ഫോർ മീ എന്നാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ വിജയിച്ചപ്പോൾ എൻ്റെ സൂര്യൻ അസ്തമിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു എന്ന് പറയുന്നത് ഈ ഇസ്കോണായിട്ട് ഇനി പണ്ടത്തെ പോലെ ഇടപെടാൻ പറ്റില്ല ട്രംപ് വന്നതുകൊണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സൂര്യൻ അസ്തമിച്ചു എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന് വെടിയുണ്ട സമയമുണ്ട്. ഈ ചെവിയിലൂടെ കടന്നുപോയി കഷ്ടിച്ച് ദൈവസഹായം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അന്ന് അതിനെപ്പറ്റി ആദ്യമേ തന്നെ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് ഇസ്കോണാണ്, അവരുടെ നേതാക്കന്മാരാണ്. അതിലൊരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഡിവൈൻ ഇൻ്റർവെൻഷൻ ഇൻ റിട്ടേൺ ഫോർ എ ഫേവർ ഡൺ ടു ഇസ്കോൺ ഇൻ 1976. അതായത് 1976 ഇസ്കോണിനെ സഹായിച്ചതിന് ദൈവം അദ്ദേഹത്തിന് തിരിച്ച് ചെയ്ത ഒരു ഉപകാരമാണ് ഈ രക്ഷപ്പെടൽ. അല്ലെങ്കിൽ എത്ര അടുത്തേക്കോടെയാണ്, ചെവി തുളച്ചു പോയിട്ട് തലയ്ക്കൊന്നും പറ്റിയില്ല എന്ന് പറയുന്നത് അത് മഹാത്ഭുതമാണ്. നിസ്സാരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ഇതിലൂടെ എങ്ങനെയാണ് പോയത് ചെവിയുടെ ഈ ഭാഗം? അപ്പോൾ ഇസ്കോണിൻ്റെ അഭിപ്രായത്തിൽ ലോർഡ് ജഗന്നാഥ് ആണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നാണ് അവർ പറയണത്. അപ്പോൾ ഈ ജഗന്നാഥും ലോർഡ് ജഗന്നാഥ് അല്ലെങ്കിൽ അതേപോലെ ഇസ്കോണൊക്കെ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനുള്ളത് 1976 തന്നെ വളരെ അടുത്ത ബന്ധമുണ്ട് അവർക്ക്. ആ സംഭവം ഇങ്ങനെയാണ്: 1976 ന്യൂയോർക്കിൽ ഇസ്കോൺ ഒരു രഥയാത്ര നടത്താൻ തീരുമാനിച്ചു. അതായത് ന്യൂയോർക്കിലൊക്കെ ഇത് സ്ഥാപനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് 10ാമത്തെ വാർഷികമായിരുന്നു 1976. അപ്പോൾ ദേ വാണ്ടഡ് ടു ഡു ഇറ്റ് ഇൻ എ ബിഗ് വേ, നല്ലപോലെ അത് ആഘോഷിക്കണം എന്നവർ തീരുമാനിച്ചു. അപ്പോൾ അതിനൊരു രഥയാത്ര നടത്താനായിട്ടായിരുന്നു അവരുടെ പ്ലാൻ. രഥയാത്ര നടത്തണമെങ്കിൽ പക്ഷേ ഈ രഥവും അതേപോലെ അതിൻ്റെ പിന്നിലുള്ള ഫ്ലോട്ടുകളും മറ്റു സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണമല്ലോ. ഇപ്പോൾ നമ്മൾ റിപ്പബ്ലിക് ഡേക്ക് കണ്ടിട്ടുണ്ടല്ലോ ഫ്ലോട്ടുകൾ പലത്, കേരളത്തിൻ്റെ ഫ്ലോട്ടുണ്ട്, മറ്റ് സ്റ്റേറ്റ്. അപ്പോൾ അതേപോലെ വളരെ ആഘോഷമായിട്ട് നടത്താനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ശരിപ്പെടുത്തിയെടുക്കാനും ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കാനും ഒക്കെ വളരെ സ്പ്രൗളിംഗ് ആയിട്ടുള്ളൊരു ഏരിയ, വിശാലമായ ഒരു ഏരിയ ആവശ്യമായിരുന്നു. അപ്പോൾ നമുക്കറിയാം ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. അവിടെ 1 ഇഞ്ച് സ്ഥലം പോലും കിട്ടാനായിട്ട് വലിയ പാടാണ്. ഇവർ പലയിടത്തും അന്വേഷിച്ച് നടന്ന് അങ്ങനെ അത്രയും വലിയൊരു ഏരിയ അവർക്ക് കിട്ടാനുള്ള ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ആരോ പറഞ്ഞു, ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്, അദ്ദേഹം ഈ റെയിൽവേ റോഡ് യാർഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട്. റെയിൽവേക്ക് വേണ്ടിയിട്ട് റെയിൽവേയുടെ പാളവും മറ്റു കാര്യങ്ങളും റോഡും ഒക്കെ ശരിപ്പെടുത്തുന്ന ആളാണ്. അതിൻ്റെ ഒക്കെ ബിസിനസ് ഉണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴേ. അപ്പോൾ ഇവർ നേരെ ട്രംപിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അത് ആദ്യം കണ്ടത് സെക്രട്ടറിയാണ്. അപ്പോൾ ഈ സെക്രട്ടറി ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപായിട്ട് ആലോചിച്ചിട്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞു 3 ദിവസം കഴിഞ്ഞിട്ട് വരിക, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ട് പോരെയെന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ നിന്ന് പോന്നു. 3 ദിവസം കഴിഞ്ഞതിന് പോകേണ്ട സമയം വന്നു കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ എതിരഭിപ്രായം പറയാൻ പറഞ്ഞു. കാരണം ഇപ്പോൾ അവിടെ ചെന്ന് നമ്മൾ സ്ഥലം വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും യു ബ്ലഡി ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടി വരും. എന്തിനീ നാണം കിടാൻ പോണേ എന്ന് പറഞ്ഞാൽ അവർ മനസ്സുമെടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു അവർ റെഫ്യൂസ് ചെയ്തോട്ടെ, റെഫ്യൂസ് ചെയ്യണമെങ്കിൽ റെഫ്യൂസ് ചെയ്തു. പക്ഷേ നമ്മൾ പറയാതിരുന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ ഒരു പശ്ചാത്താപം തോന്നും. നമ്മൾ പറഞ്ഞിട്ടില്ല, അത് നമ്മുടെ തെറ്റായിപ്പോയി, പറഞ്ഞു നോക്കാമായിരുന്നു. റെഫ്യൂസ് ചെയ്യണമെങ്കിൽ റെഫ്യൂസ് ചെയ്തോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഭാവിയിൽ ഒരു പശ്ചാത്താപം വരും. അവർ റെഫ്യൂസ് ചെയ്യുമെന്നും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, അത് നമ്മുടെ തെറ്റായിപ്പോയി എന്നൊരു പശ്ചാത്താപം. അതുകൊണ്ട് പറഞ്ഞേക്കാം, നാണം കെട്ടേക്കാം, നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ പോയി. അവിടെ ചെന്ന് ട്രംപിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ട്രംപ് അവരെ വളരെ വാമായിട്ട് വെൽക്കം ചെയ്തു. അപ്പോൾ ആവശ്യം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെന്താ, ഇത് റെയിൽവേയുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന യാർഡാണ്,
ഒരു രഥവും ഒരു റെയിൽവേ ലൈനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുമാത്രം വാസ്റ്റാണ് റെയിൽവേയുടെ വർക്ക്. അതുകൊണ്ട് നിങ്ങളിത് എടുത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അത് അവർ പ്രതീക്ഷിക്കാത്തൊരു റിപ്ലൈ ആയിരുന്നു. അവർക്ക് വളരെ സന്തോഷം തോന്നി, കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഈ ജഗന്നാഥ്, ലോർഡ് ജഗന്നാഥിൻ്റെ ഇൻ ഓണർ ഓഫ് ലോർഡ് ജഗന്നാഥ് അവർ രഥയാത്ര നടത്തി. അത് ഭയങ്കര ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. അപ്പോഴാണ്, അന്നാണ് 1976 ഇവർ തമ്മിലുള്ള ബന്ധം ഉണ്ടാവും. അതെ. പിന്നെ ഹിന്ദുസ് ആർ എ പീസ് ലവിങ് കമ്മ്യൂണിറ്റി ഓർ റിലീജിയൻ എന്നുള്ള രീതിയിൽ ട്രംപിന് ഈ ഹിന്ദുസിന് അതേപോലെ ഇന്ത്യക്കാരെയും വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിയും വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ഈ തീവ്രവാദവും ഇല്ല, സമാധാനമായിട്ട് ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ ഇഷ്ടമാണ്. പിന്നെ ഈയിടെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ദീപാവലിയുടെ ദിവാളി സെലിബ്രേഷൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഹി വാസ് ദി ഗസ്റ്റ് ഓഫ് ഓണർ. അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം കൂടുതലായിട്ട് ടച്ച് ചെയ്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടാണ്. അപ്പോൾ അത് പറയുമ്പോൾ അന്ന് ഈ പറയുന്ന ഷേഖ് ഹസീന അധികാരത്തിലുണ്ടെന്ന് തോന്നുന്നു. അന്ന് വാസ്തവത്തിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. എന്നിട്ടും അവിടുത്തെ കഷ്ടപ്പാടുകളെ പറ്റി ട്രംപ് പറഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രംപിൻ്റെ അറിയാം. ഈ അറിഞ്ഞു കിട്ടുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. കാരണം നമ്മളിപ്പോൾ ഇതറിയാൻ പാടില്ലാത്ത ഒരാളോട് പറയാണ് ഈ ബംഗ്ലാദേശിൽ മതവെറി കൊണ്ട് പശുക്കളെ വരെ തല്ലിക്കൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പാടില്ലാത്തവർ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വർഗീയത പറയുന്നു എന്ന്. പക്ഷേ ട്രംപിന് ഈ കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. പിന്നെ വേറെ ഒരു കാര്യത്തിൽ നന്ദിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പോൾ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ വലിയൊരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിന് കീഴിൽ വരുന്നതാണ് CIA, അതേപോലെ FBI, അതേപോലെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസി അല്ലെങ്കിൽ NSA, ഇങ്ങനെ 18 ഏജൻസീസ് ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന നാഷണൽ ഇൻ്റലിജൻസ് എല്ലാ ഏജൻസികളുടെയും ഡയറക്ടറായിട്ടാണ് ഒരു ഹിന്ദുവിനെയാണ് അപ്പോയിൻ്റ് ചെയ്തത്. ടൾസി ഗബാർഡ് എന്നിട്ട് പറഞ്ഞിട്ട്. ആ കക്ഷിയാണെങ്കിലും ഈയിടെ വളരെ ഗംഭീരമായൊരു പ്രസംഗം നടത്തിയായിരുന്നു. അതിൽ അവർ കൂടുതൽ സംസാരിച്ചത് ബംഗ്ലാദേശിലെ മൈനോറിറ്റീസ് അല്ലെങ്കിൽ ഹിന്ദുസിൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റിയാണ്. അപ്പോൾ ഹിന്ദുസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹിന്ദുസ് മാത്രമല്ല, ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റ് ഒക്കെ ഉണ്ട്. എല്ലാവരുടെയും കേസ് കണക്കാണ്. ഇപ്പോൾ അതിൽ കുറച്ചെങ്കിലും ബാക്കിയുള്ളത് ഹിന്ദുക്കളാണ്. ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ ഗതി എന്തായിരുന്നു ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും മൈനോറിറ്റീസിൻ്റെ കഷ്ടപ്പാട് അവിടെ എന്താണ്, എങ്ങനെയാണ് അവർ ജീവിതം കഴിച്ചു കൂട്ടുന്നത്, പ്രത്യേകിച്ച് ഈ ഷേഖ് ഹസീന പോയതിനു ശേഷമുള്ള കണ്ടീഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് തുളസി ഗബാർഡ്. അവർ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ്. അങ്ങനെ അപ്പോൾ എല്ലാ രീതിയിലും ഈ ട്രംപിൻ്റെ ഓരോ പ്രവർത്തനം നോക്കിയാലും എവറി സ്റ്റെപ്പ് ടേക്കൺ ബൈ ഹിം അത് കാണിക്കുന്നത് ഈ ഹിന്ദുക്കളോടും അതേപോലെ ഇസ്കോണിനോടും എന്തുമാത്രം താല്പര്യം ട്രംപിന് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അവരിപ്പോൾ ദേ ആർ വെയിറ്റിംഗ് ഫോർ ജാനുവരി 2025. എങ്ങനെയെങ്കിലും ട്രംപ് വരട്ടെ, ജനുവരി 21 ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. വാസ്തവത്തിൽ ഈ പറയുന്ന വ്യക്തിയുണ്ടല്ലോ, ചിന്മയി കൃഷ്ണദാസ് ബ്രഹ്മചാരി എന്ന് പറയുന്ന ഇസ്കോണിൻ്റെ നേതാവ്, അങ്ങനെ ഒരു സ്പിരിച്വൽ ലീഡറാണ്. ഈ സ്പിരിച്വൽ ലീഡറെ ഇങ്ങനെ കൊണ്ടുപോയി ജയിലിലിടുക എന്ന് പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റമൊക്കെ ആരോപിച്ച് അവിടെ കൊണ്ടുപോയിടുക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. അദ്ദേഹത്തിന് വേണ്ടി കേസ് വാദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലുന്ന ബാരിസ്റ്റർ തല്ലി ഒടിച്ച് ICUവിലാണ് കിടക്കണത്. ഇപ്പോൾ ആദ്യം പോയ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ബാരിസ്റ്ററുടെ പേര് രാധാ രാമദാസ് എന്നായിരുന്നു. അങ്ങേരെ തല്ലി ഒരുവിധം ICUവിൽ ഇട്ടിരിക്കുകയാണ്. പിന്നെ കോടതിയിൽ അദ്ദേഹത്തെ വെച്ച് കേസ് വാദിക്കണം മറ്റോ സമയത്ത് ആരോ ഒരു ബാരിസ്റ്റർ ചെന്നു അദ്ദേഹത്തെ നല്ലപോലെ കൈകാര്യം ചെയ്തു. പിന്നെ അവിടെ ഏകദേശം ഒരു 17 ബാരിസ്റ്റേഴ്സ് ഓഫ് ഹിന്ദു ഒറിജിനുണ്ട്. 17 ഹിന്ദു ബാരിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും പേരിൽ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്കൊന്നും ഈ പറയുന്ന ചിന്മയി കൃഷ്ണദാസ് ബ്രഹ്മചാരിയുടെ കേസൊന്നും വാദിക്കാൻ ഇനി അവർക്ക് പറ്റില്ല. കാരണം ഇവരുടെ എല്ലാവരുടെയും പേരിൽ കേസുകൾ നിരത്തിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ചില കുട്ടികളെ എന്തെങ്കിലും കേസ് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ചിലർ അവരെ കഞ്ചാവ് കടത്തി എന്നൊക്കെ പറഞ്ഞ് ജാമ്യം കിട്ടാത്ത വകുപ്പിലൊക്കെ അറസ്റ്റ് ചെയ്യുന്ന പോലെ ഇത് എന്തെങ്കിലും രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്പിരിച്വൽ പേഴ്സണാണ്. എന്ത് രാജ്യദ്രോഹം ചെയ്തിട്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കേസ് വാദിക്കാൻ പോകുന്ന അഡ്വക്കേറ്റ്സിനെ അവിടെ വെച്ചേക്കില്ല എന്നുള്ള അവസ്ഥയാണ്. എല്ലാ സന്യാസിമാരെയും പിടിച്ച് അകത്തിടുന്നു. പിന്നെ മാത്രമല്ല, ഇനി ഏതെങ്കിലും ഒരു സന്യാസിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ അതിനും അനുവാദം കൊടുക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആർക്കെങ്കിലും പോരണമെങ്കിൽ ഇന്ത്യയിലേക്ക് അവർക്ക് അവരുടെ ഭൂമി വിൽക്കാൻ പറ്റില്ല.
അപ്പോൾ നമുക്കിവിടെ ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം, ഭൂമിയും വിറ്റാ പൈസയും വാങ്ങിച്ച് പോകുന്ന പോലെ ബംഗ്ലാദേശിൽ അങ്ങനെ പറ്റില്ല, അവർ അനുവദിക്കില്ലത്. അപ്പോൾ ഏത് രീതിയിലും പെട്ടുകിടക്കാണ് മൈനോറിറ്റീസ്. അപ്പോൾ എന്തെങ്കിലും സഹായം കിട്ടാൻ സാധ്യതയുള്ളത് ട്രംപിൽ നിന്നാണ്. ട്രംപ് ആണെങ്കിൽ ഇതിനെപ്പറ്റി വളരെ ബോധവാനാണ്, ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഹീ ഈസ് വെരി വെൽ അവെയർ ഓഫ് ദി സിറ്റുവേഷൻ. അതാണ് സാധ്യത. എന്തായാലും ട്രംപ് വരുന്നതോടുകൂടി ഒരു നല്ല നീക്കം ഉണ്ടാകും. ഇന്ത്യയും അമേരിക്കയും ഒക്കെ കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഈ ക്രൂരതയ്ക്കെതിരായി കൊണ്ട് പ്രതികരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ.